വിമുക്ത ഭടന്മാരെ കേന്ദ്രീകരിച്ച് ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. ആയിരക്കണക്കിന് മലയാളികൾ കുടുങ്ങിയിട്ടുണ്ട്. ഗൾഫ് രാജ്യങ്ങൾ ഒമാൻ, ഖത്തർ, സൗദി അറേബ്യ, UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലാണ് ഈ കുരുക്ക് നടക്കുന്നത്. മലയാളികൾ മാത്രമല്ല, ഇന്ത്യയിൽ നിന്നുള്ള ആളുകൾ കുരുങ്ങിക്കിടക്കുകയാണ്. നമ്മുടെ ആർമി, നേവി, എയർഫോഴ്സ്, പാരാമിലിറ്ററി തുടങ്ങിയവയിൽ ജോലി ചെയ്തിരുന്ന ആളുകളെയാണ് റിക്രൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് കേവലം ഒരു തൊഴിൽ തട്ടിപ്പല്ല. നമ്മൾ തൊഴിൽ തട്ടിപ്പെന്ന് പറഞ്ഞാൽ അവിടെ പോയി ജോലി ചെയ്തു, ശമ്പളം കിട്ടുന്നില്ല എന്നതാണ് പൊതുവിൽ പറയുന്നത്. പക്ഷേ ഇതല്ല. രഹസ്യാന്വേഷണ ഏജൻസികൾ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. കാരണം നമ്മുടെ സൈന്യത്തിൽ ജോലി ചെയ്യുന്ന ആളുകൾക്ക് വലിയ വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു. നിങ്ങൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് വരൂ, നിങ്ങൾക്ക് അവിടെ തൊഴിലവസരം എന്ന് പറഞ്ഞാൽ, ഈ സൈന്യത്തിൽ പറയുമ്പോൾ എല്ലാവരും റിട്ടയർ ചെയ്ത് 55 58 വയസ്സ് കഴിഞ്ഞ് വിരമിച്ചവരാണെന്ന് കരുതരുത്. കാരണം സേനയിൽ ഷോർട്ട് സർവീസ് ഉണ്ട്. മിനിമം ഇത്ര വർഷം കഴിഞ്ഞാൽ പുറത്തേക്ക് വരാം. സേനയിൽ നിന്ന് പുറത്ത് വന്നിട്ട് മറ്റ് ജോലികൾ നോക്കുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ് സർവീസിൽ കയറാറുണ്ട്, അല്ലാതെ സ്വകാര്യ സ്ഥാപനങ്ങളിൽ കയറുന്നവരുണ്ട്, വിദേശത്ത് പോകുന്നവരുണ്ട്. അതുമായി ബന്ധപ്പെട്ടിട്ടാണ്, ആ ട്രാക്കിലാണിപ്പോൾ വ്യാപകമായി ഇന്ത്യയിൽ നിന്ന് ഇന്ത്യൻ സൈന്യത്തിൻ്റെ വിവിധ ബ്രാഞ്ചുകളിൽ, സൈന്യത്തിൻ്റെ, എയർഫോഴ്സിൻ്റെ, നേവിയുടെ, പാരാമിലിറ്ററിയുടെ വിവിധ ബ്രാഞ്ചുകളിൽ ജോലി ചെയ്തിട്ടുള്ളവരെ ഒരു ഗൾഫ് രാജ്യത്തെ ഒരു ഏജൻസിയുടെ പേരെനിക്കറിയാം. ആ ഏജൻസി വലിയ തോതിൽ റിക്രൂട്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് വലിയ ശമ്പളം തരും, വലിയ തൊഴിൽ സാഹചര്യമാണ്, സുഭിക്ഷമായി കഴിയാം, ആകർഷകമായ ശമ്പളമാണ്. അങ്ങനെ ഒരുപാട് പേർ അപേക്ഷിച്ച് അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേക്ക് അറിയുന്നതെന്നറിയും, ജോലിക്ക് ചേർന്ന് കഴിയുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ സേവന വേതന വ്യവസ്ഥകൾ മാറുന്നു. ഇവരുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുന്നു, പുറത്തേക്ക് പോകാൻ മാർഗ്ഗമില്ല. പിന്നീട് ഇവർ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കണം, വലിയ സമ്മർദ്ദത്തിലാവുന്നു, എങ്ങനെയെങ്കിലും നാട്ടിലേക്ക് പോയാൽ മതി എന്നാവുന്നു. അപ്പോൾ ഇവിടെ ഈ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ അവിടെ ചെല്ലുന്നു. അവരുടെ മേലുദ്യോഗസ്ഥന്മാരായി വരുന്നവർ പാകിസ്ഥാൻ സൈന്യത്തിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. ISIയുടെ ഒരു ഓപ്പറേഷനാണ് ഇതെന്നാണ് ഇന്ത്യൻ മിലിറ്ററി ഇൻ്റലിജൻസ് ഉൾപ്പെടെയുള്ള ആളുകൾ കരുതുന്നതും. അതിൻ്റെ ചില കൗണ്ടർ ആക്ടിവിറ്റീസ് നമ്മളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ, ഇവരെ ഇങ്ങനെ പെട്ട് കഴിയുമ്പോൾ, മാനസിക സമ്മർദ്ദത്തിലായി കഴിയുമ്പോഴത്തേക്ക്, നിങ്ങൾ എവിടെ ജോലി ചെയ്തിരുന്നു, നിങ്ങൾ ഏത് റെജിമെൻറ്റിലാണ്, ഏത് യൂണിറ്റാണ്, അവിടെ എന്തൊക്കെയാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, എന്താണ് നിങ്ങളുടെ പ്രവർത്തന രീതി, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ സൗഹൃദം നടിച്ചും അല്ലാതെയും ഈ കമ്പനികളിലെ സഹപ്രവർത്തകർ, മേലുദ്യോഗസ്ഥർ ചോദിക്കുന്നു. ഇനി പാസ്പോർട്ട് അടക്കം പിടിച്ചു വച്ചിരിക്കുന്നതുകൊണ്ട് അവിടെ പെട്ടുപോയിരിക്കുന്ന ആൾക്ക് നാട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് വെച്ചാൽ, ഞങ്ങൾ ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഉത്തരം പറയൂ, പറഞ്ഞാൽ മാത്രം തിരിച്ചു കൊടുക്കും, പാസ്പോർട്ട് കൊടുക്കും എന്ന തരത്തിലേക്ക് മാറിയിരിക്കുന്നു എന്നുള്ള പരാതികളും ഉണ്ടായിട്ടുണ്ട്.